ദേശീയപാത ടോൾ പ്ലാസകളിലെ വൃത്തിഹീനമായ ശൗചാലയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം 1000 രൂപ ഫാസ്ടാഗ് ക്രെഡിറ്റ് ലഭിക്കുന്ന പദ്ധതി ആരംഭിച്ചതായി മന്ത്രാലയം അറിയിച്ചു. ടോൾ പ്ലാസകളിൽ യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്ന ശുചിമുറികളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ക്ലീൻ ടോയ്ലറ്റ് പിക്ചർ ചലഞ്ച് പദ്ധതിക്ക് കീഴിലാണ് നടപടി. യാത്രാ സമയങ്ങളിൽ ശൗചാലയങ്ങൾ വൃത്തിഹീനമാണെങ്കിൽ അവയുടെ ഫോട്ടോ എടുത്ത് രാജ്മാർഗ് യാത്ര എന്ന മൊബൈൽ ആപ്പിൽ അപ്ലോഡ് ചെയ്യണം. ലഭിച്ച ചിത്രവും പരാതിയും പരിശോധിച്ചുറപ്പിച്ച ശേഷം റിപ്പോർട്ട് ചെയ്ത വ്യക്തിയുടെ ഫാസ്ടാഗ് അക്കൗണ്ടിലേക്ക് 1000 രൂപ ക്രെഡിറ്റായി ലഭിക്കും. അതേസമയം ഏപ്രിൽ 10 മുതൽ രാജ്യത്തെ ടോൾ പ്ലാസകളിൽ നേരിട്ട് പണം സ്വീകരിക്കില്ലെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ഇനി മുതൽ ഫാസ്ടാഗ് അല്ലെങ്കിൽ UPI വഴി മാത്രമേ ടോൾ അടയ്ക്കാൻ സാധിക്കൂ. തിരക്കേറിയ റൂട്ടുകളിലെ ടോൾ പ്ലാസകളിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് പുതിയ നീക്കം. സർക്കാർ ഉദ്യോഗസ്ഥർ, പ്രതിരോധ സേനാംഗങ്ങൾ തുടങ്ങിയവർ വ്യക്തിഗത ആവശ്യങ്ങൾക്കായി സ്വന്തം വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ടോൾ പ്ലാസകളിൽ ID കാർഡ് കാണിച്ച് സൗജന്യമായി കടന്നുപോകുന്ന രീതിക്കും ഇതോടെ അവസാനമാകും. ടോൾ ഇളവ് വ്യക്തികൾക്കല്ല, പദവിക്കോ അല്ലെങ്കിൽ ആ ഓഫീസിനോ മാത്രമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. അർഹതപ്പെട്ട സർക്കാർ വാഹനങ്ങൾക്ക് എക്സംപ്റ്റഡ് ഫാസ്ടാഗ് അല്ലെങ്കിൽ വാർഷിക പാസ് എന്നിവ എടുക്കാൻ സർക്കാർ വകുപ്പുകൾക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ID കാർഡ് ഉപയോഗിച്ച് സ്വകാര്യ വാഹനങ്ങളിൽ ടോൾ നൽകാതെ കടന്നു പോകുന്നത് നേരത്തെ തന്നെ നിയമവിരുദ്ധമായിരുന്നെങ്കിലും അത് വ്യാപകമായി അനുവദിച്ചിരുന്നു. ഈ പഴുതാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത്. സ്ഥിരമായി ഹൈവേകളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഏറ്റവും മികച്ച ഓപ്ഷൻ ഫാസ്ടാഗ് വാർഷിക പാസ് ആണ്. ഈ മാസം 1 മുതൽ ഇതിന്റെ നിരക്ക് 3075 രൂപയായി നിശ്ചയിച്ചിട്ടുണ്ട്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് അനുസരിച്ച് 2.5% വർധനമാണ് ഇതിൽ വരുത്തിയത്. ഈ പാസ് ഉപയോഗിച്ച് ദേശീയപാതകളിൽ പരിധിയില്ലാതെ യാത്ര ചെയ്യാം. നിലവിൽ രാജ്യത്തെ 98%-ലധികം ടോൾ ഇടപാടുകളും ഇലക്ട്രോണിക് രീതിയിലാണ് നടക്കുന്നത് എന്നതിനാൽ പുതിയ മാറ്റങ്ങൾ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കില്ലെന്നാണ് വിലയിരുത്തൽ. യാത്രക്കാർക്ക് വേണമെങ്കിൽ കയ്യിൽ പണം കരുതാമെങ്കിലും ഹൈവേ ടോൾ ഗേറ്റുകൾ കടക്കാൻ അത് ഉപകരിക്കില്ല എന്ന് നിയമം വ്യക്തമാക്കുന്നു. ടോൾ പ്ലാസകളിൽ വാഹനങ്ങൾ നിർത്താതെ തന്നെ യാത്ര ചെയ്യാൻ കഴിയുന്ന മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോളിംഗ് സംവിധാനം ദേശീയപാതകളിൽ ഉടൻ നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദേശീയപാത അതോറിറ്റി. ഈ സംവിധാനം വരുന്നതോടെ ടോൾ പ്ലാസകളിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല. ക്യാമറകളും RFID റീഡറുകളും ഉപയോഗിച്ച് വേഗത്തിൽ പോകുന്ന വാഹനങ്ങളുടെ ഫാസ്ടാഗിൽ നിന്ന് നേരിട്ട് ടോൾ തുക ഈടാക്കും. ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പിന്നീട് ഈ നോട്ടീസ് ലഭിക്കുന്നതായിരിക്കും. ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് യാത്ര നിഷേധിക്കില്ല, പകരം UPI വഴി പണമടയ്ക്കാം. എന്നാൽ സാധാരണ ടോൾ നിരക്കിന്റെ 1.25 ഇരട്ടി തുക നൽകേണ്ടി വരും. ഡിജിറ്റലായി പണമടയ്ക്കാൻ വിസമ്മതിക്കുന്നവർക്ക് 2008 നാഷണൽ ഹൈവേ ഫീ റൂൾസിലെ ചട്ടം 14 പ്രകാരം ഹൈവേ അതോറിറ്റിക്ക് യാത്ര നിഷേധിക്കാൻ കഴിയും. അടയ്ക്കാത്ത ടോളിന് ഈ നോട്ടീസ് നൽകും. 3 ദിവസത്തിനകം തുക അടച്ചില്ലെങ്കിൽ പിഴ ഇരട്ടിയാകും.